കെ സുധാകരൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസിന് ഒരു കാലത്തുണ്ടായിരുന്ന പ്രധാന പ്രശ്നം. മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ ചെന്ന് മണ്ടത്തരം വിളമ്പുക, ഇല്ലെങ്കിൽ പിണറായിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ സുധാകരൻ കോൺഗ്രസിന് എതിരായി തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. പണ്ട് ബ്രണ്ണൻ കോളേജിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ ഇടിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, വെട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിലും സുധാകരന് ഒരു മടിയുമില്ല. ഇപ്പോൾ നേതൃത്വത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിയാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. KPCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് കെ സുധാകരനെ മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ സുധാകരനെ മറികടന്ന് പ്രവർത്തനങ്ങൾ നടത്താൻ ഹൈപ്പവർ കമ്മിറ്റി വരികയാണ്. പ്രസിഡന്റിനെ മാറ്റണം എന്നുള്ള ആവശ്യം ശക്തമാണ് എങ്കിലും ഇക്കാര്യം സുധാകരനെ ബോധ്യപ്പെടുത്താനാകാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര നേതൃത്വം വഴി പുതിയ ഒരു വഴി തേടുന്നത്. പ്രസിഡന്റിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ സുപ്രധാന നേതാക്കൾ മാത്രം അടങ്ങുന്ന കമ്മിറ്റിയെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിക്കാനാണ് നീക്കവും. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം KPCC ആസ്ഥാനത്ത് പോലും കെ സുധാകരൻ വരാറില്ല, വളരെ കുറവാണ് വരുന്നത് തന്നെ. കെ സുധാകരനെ മാറ്റണമെന്നുള്ള ആഗ്രഹം ദേശീയ നേതൃത്വത്തിന് ഉണ്ട് എങ്കിലും സമവായം കണ്ടെത്താൻ പറ്റാത്തതിലാണ് പ്രധാന പ്രശ്നം. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലെ പാർട്ടിയിലെ നിലവിലെ പ്രതിസന്ധികൾ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുധാകരന് പകരം മറ്റൊരു അധ്യക്ഷനെ കണ്ടെത്താനുള്ള ആലോചനകൾ തുടങ്ങിയിരുന്നു. എന്നാൽ പദവി ഒഴിയുന്നതിൽ അതൃപ്തനായ സുധാകരൻ തന്നെ നീക്കിയാൽ വെറുതെ ഇരിക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. MP സ്ഥാനം വരെ രാജിവെക്കുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുധാകരനെ നിർബന്ധപൂർവ്വം മാറ്റുന്നതിന് പകരം സംഘടനയെ ചലിപ്പിക്കാൻ മറ്റു മാർഗം എന്ന നിലയിലാണ് ഹൈപ്പവർ കമ്മിറ്റി കൊണ്ടുവരാനുള്ള ആലോചന. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുൻ KPCC അധ്യക്ഷന്മാർ, കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ മാത്രം അടങ്ങുന്ന കോർ ഗ്രൂപ്പിന് രൂപം നൽകാനാണ് ശ്രമിക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതി ജംബോ കമ്മിറ്റിയായി മാറിയതാണ് നേതൃനിരയിൽ പുതിയ കമ്മിറ്റി രൂപീകരിക്കാനുള്ള നീക്കം. പാർട്ടിക്ക് പുതുജീവൻ നൽകിയില്ല എന്നുണ്ടെങ്കിൽ തദ്ദേശ ഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വൻ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നുള്ള ആശങ്കയാണ് ദേശീയ നേതൃത്വത്തിനുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ എത്തുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് പാർട്ടിക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളിയും.